അസ്സലാമു അലൈക്കും. ഈ കാണുന്ന നാട്ടുകാരെല്ലാം അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവ് 10-20 വർഷമായി തീരെ കിടപ്പിലാണ്. ഒന്നിനും വയ്യ. ഞാൻ പണിയെടുത്ത് എൻ്റെ മക്കളുടെയും മാപ്പിളയും ഒക്കെ നോക്കി. ഇപ്പം ചികിത്സൻ്റെ കുറവ് കാരനോട് തീരെ അടിക്കാൻ വയ്യാണ്ടായത്. മരുന്നിൻ്റെ കുറവും എല്ലാതും കൂടി ആയി. മറ്റേ അത്യാവശ്യം ബാത്റൂമിലേക്കൊക്കെ പോകാനൊക്കെ സാധിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് 2 കിഡ്നിയും പോയി. ഞാൻ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എല്ലാവരും ആവാഞ്ഞ് സഹായിക്കുന്നത്. അവാതായിരുന്നു അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് റബ്ബ് തരട്ടെ. നിങ്ങൾക്ക് 1 ഉറുപ്പ്യ തന്നിട്ടുണ്ടെങ്കിൽ 1000 ഉറുപ്പ്യ തരണം. അല്ല നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം റബ്ബ് തരും, ഉറപ്പാണ്. ഞങ്ങൾ 5 നേരം നോയർക്കും. അസ്സലാമു അലൈക്കും. ഇത് എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയുമാണ്. 20 കൊല്ലത്തിലേറെയായി എൻ്റെ ഉപ്പ ആക്സിഡൻ്റായിട്ട് ഒരേ കിടപ്പാണ്. ജോലിക്ക് പോകാനോ ഇപ്പാൻ്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനും പോലും എൻ്റെ ഉപ്പാക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല. എൻ്റെ ഉമ്മയാണ് 20 കൊല്ലം മുതൽ എനിക്ക് ചെറുപ്പം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ വാപ്പ ആക്സിഡൻ്റ് ആയത്. അതിനുശേഷം എൻ്റെ ഉമ്മയാണ് എല്ലാതും ഞങ്ങൾ വളർത്തിയതും എൻ്റെ പെങ്ങന്മാരെ കെട്ടിച്ചതും ഞങ്ങൾക്ക് വീടുണ്ടാക്കിയതും എല്ലാം എൻ്റെ ഉമ്മയാണ്. ഇപ്പോൾ 3 കൊല്ലമായി എൻ്റെ ഉമ്മക്ക് 2 കിഡ്നിയും പൂർണ്ണമായി തകരാറിലാണ്. ആഴ്ചയിൽ 3 ഡയാലിസാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്നും വാപ്പ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നീപ്പിക്കാൻ വളരെ സഹായം വേണം. എൻ്റെ ഉമ്മാൻ്റെ ഡയാലിസ് ചെയ്യുന്നത് കൊണ്ട് ആ കൈ കൊണ്ട് നീപ്പിക്കാൻ പോലും സാധിക്കില്ല. ഞാനിപ്പോൾ ഇവരെ നോക്കിക്കൊണ്ട് എൻ്റെ വീട്ടിലിരിക്കുന്ന അവസ്ഥയാണ്. 2 മാസത്തിലേറെ ഞാൻ ജോലിക്ക് പോയിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഒന്നരാട് ഉമ്മാനെ ഡയാലിസിനെ കൊണ്ടുപോലും വാപ്പാൻ ഒന്നരാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. എല്ലാവരും സഹായിക്കണം. ഈ വീഡിയോ കൊണ്ട് എല്ലാവരും അല്ലാഹു തആല എല്ലാവർക്കും അതിന് പ്രതിഫലം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു സങ്കട കാഴ്ചയാണ്. കാരണം നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരാൾക്ക് പോലും അസുഖം ഉണ്ടായാൽ മാനസികമായും ശാരീരികമായൊക്കെ നാം തളരുന്ന അവസ്ഥയിൽ ഒരു കുടുംബത്തിന്റെ നാഥനായ 2 വിളക്കുകളും വല്ലാത്തൊരു പ്രയാസം അനുഭവിച്ച് ജീവിക്കുകയാണ്. ഒരാൾക്ക് കിഡ്നി രോഗമാണെങ്കിൽ മറ്റൊരാൾക്ക് ഒരു അപകടത്തിൽ വല്ലാത്തൊരു പ്രയാസം, തലച്ചോറ് പോലും ഇളകിയ ഒരവസ്ഥയുണ്ടായി. ഇന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വല്ലാത്തൊരു പ്രയാസത്തിൽ കഴിയുകയാണ്. അവരുടെ മകനാണെങ്കിൽ മദ്രസ അധ്യാപകനാകാൻ പഠിച്ച് ഏകദേശം അവിടുന്ന് പഠിച്ചിറങ്ങുന്ന സമയത്താണ് ഇങ്ങനെ മാതാപിതാക്കൾക്ക് ഒരു പ്രയാസം ഉണ്ടാവുകയും അത് മാറ്റിവെച്ച് ഇപ്പോൾ ഒരു കൂലിപ്പണിക്ക് പോകേണ്ട അവസ്ഥയായി. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആ ഒരു പണിക്ക് പോലും പോകാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. കാരണം ഏകമായിട്ടുള്ളൊരു മകൻ മാത്രമാണ്. പിന്നെ 2 പെൺകുട്ടികൾ, അവരൊക്കെ വിവാഹം കഴിഞ്ഞ് അവരുടെ വീട്ടിലാണുള്ളത്. എന്നിരുന്നാലും ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും നാള് ഈ നല്ലവരായ നാട്ടുകാരുടെയൊക്കെ കാരുണ്യത്തിലാണ് നമ്മുടെ ചികിത്സയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. അടിയന്തരമായിട്ട് ആ സഹോദരൻ വൃക്ക മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ എടുക്കുന്ന കാര്യങ്ങളൊക്കെ വെറുതെ ആയി പോകും. കാരണം അത്രയും വലിയൊരു പ്രയാസത്തിലാണ് ആ സഹോദരൻ. മുഖം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വല്ലാത്ത രീതിയിൽ കറുപ്പ് കയറിയിട്ടുണ്ട്. കാരണം അത്രയും ശരീരത്തിലെ രക്തമെല്ലാം ചോർന്നു പോകുന്നൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഡയാലിസിൽ മാത്രമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കരിമ്പ് ജുമാ മസ്ജിദിന്റെ മുമ്പിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു നാട് മുഴുവനും വന്ന് ഒറ്റക്കെട്ടായി കൈകോർത്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അഭ്യർത്ഥിക്കുകയാണ് തൻ്റെ നാടിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവന് വേണ്ടിയിട്ട്. ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരും ആ കുടുംബത്തിന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുകയും ഒപ്പം നിങ്ങളുടെ കയ്യിലുള്ള നിന്ന് ഒരു വിഹിതം, ഒരു 10 രൂപയാണെങ്കിൽ ആ 10 രൂപ നിങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി സഹായിക്കണമെന്നും മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ മുഴുവൻ സൗഹൃദങ്ങളിലേക്കും ഷെയർ ചെയ്തുകൊണ്ട് കുടുംബ ഗ്രൂപ്പ്, സ്കൂൾ ഗ്രൂപ്പ്, കോളേജ്, മറ്റു ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ടും ഈ ഒരു നാടിന്റെ ഈ ഒരു കണ്ണുനീരൊപ്പാൻ കൂടെ നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ കരിമ്പ പഞ്ചായത്തിലെ കരിമ്പ മഹല്ല് മിസ്ബാഹുൽ ഹുദ ജുമാ മസ്ജിദിന്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഒരു ജീവനെ നിലനിർത്താൻ വേണ്ടി ആവശ്യമായ രൂപത്തിൽ കഴിവിന്റെ പരമാവധി സഹായിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം രോഗങ്ങളെ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹല്ല് കാലി പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഈ മഹലിൽപ്പെട്ട സഹോദരി 2 കിഡ്നി നഷ്ടപ്പെട്ട് വലിയ ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് ഈ വോയിസ് കേൾക്കുന്ന എല്ലാ സഹോദരന്മാരും അകമഴിഞ്ഞ് സഹായിക്കും. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, കരിമ്പ മഹലിലെ വെട്ടത്ത് താമസിക്കുന്ന ശ്രീമതി മൈമൂന ഗുരുതര രോഗം ബാധിച്ചുകൊണ്ട് ചികിത്സയിലാണ്. അതുകൊണ്ട് ഈ വോയിസ് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ കുടുംബത്തെ സഹായിക്കാൻ പരമാവധി സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
പ്രിയപ്പെട്ടവരെ, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ ഒരു അവസ്ഥയിലും ഞങ്ങളെല്ലാ ആളുകളും കഴിവിന്റെ പരമാവധി അകമഴിഞ്ഞ് സഹായിക്കുകയും അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്ത് സഹകരിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ഉസ്താദും മഹലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളും പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടു. ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട മുഴുവൻ ആളുകളും നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായം ആ സഹോദരിക്ക് ചെയ്തു കൊടുക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു.